ഹലോ. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ. വാഗമണ്ണിലെത്തിയാൽ വിട്ടുപോകരുതാത്ത മറ്റൊരു പ്രധാന സ്ഥലം കൂടിയുണ്ട്, തങ്ങൾപ്പാറ. വാഗമൺ ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വാഗമൺ പൈൻകാട്ടിൽ നിന്നാണെങ്കിൽ 3 കിലോമീറ്റർ ദൂരം. കോലാഹലമേട്ടിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. 2500 മീറ്റർ ഉയരത്തിലുള്ള കുത്തനെയുള്ള പാറയാണിത്. ഇത് പ്രധാനപ്പെട്ട ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. സാഹസികത അഥവാ ട്രെക്കിങ് താല്പര്യമുള്ളവർക്കൊക്കെ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമാവും. എന്നാലും കുത്തനെയുള്ള ഈ പാറകയറ്റം അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് താഴേക്ക് ഇറങ്ങുന്നതും. അപകട സാധ്യത നന്നായുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ വാഗമൺ ഉൾപ്പെടെയുള്ള ഇടുക്കിയുടെ എല്ലാ പ്രധാന സ്ഥലങ്ങളും കാണാൻ പറ്റും. നല്ല വേനൽക്കാലത്ത് വെയിലിന് മുന്നായി പാറ കയറുകയാണ് ഉചിതം. മഴക്കാലത്ത് ഇങ്ങോട്ടേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. എങ്കിലും ചുറ്റുപാടുമുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മഞ്ഞിനും മേഘങ്ങൾക്കുമൊപ്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ യാതൊരു ബുദ്ധിമുട്ടും അറിയുകയില്ല. പാറ കയറിപ്പോകാനായി പ്രത്യേകിച്ച് സഹായമോ കൈവരിയോ യാതൊന്നുമില്ല. എങ്കിലും അടയാളപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ടേക്ക് പോകാവൂ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഓരോ പ്രാവശ്യവും പ്രകൃതിക്ക് ഓരോരോ ഭാവങ്ങളാണ്, ഓരോരോ ഭംഗിയാണ്. അത് നമ്മളെത്തുന്ന സമയവും കാലാവസ്ഥയും ഒക്കെ അനുസരിച്ചിരിക്കും. നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് ക്ഷണമാത്രയിലാണ് ഈ മഞ്ഞിങ്ങനെ കയറി വരുന്നത്. ആ കാഴ്ച കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ദൂരെ ഒരു ജലാശയമുണ്ട്. അതുൾപ്പെടെ യാതൊന്നുമേ കുറേ നേരത്തേക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ പാറയ്ക്ക് തങ്ങൾപ്പാറ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിൽ നിന്നുള്ള ഒരു സൂഫി സന്യാസി ഫർദുദ്ദീൻ തൻ്റെ 40 അനുയായികളുമായി അദ്ദേഹം ഈ പ്രദേശത്ത് എത്തിയിരുന്നുവെന്നും തൻ്റെ അവസാന നാളുകൾ അദ്ദേഹം ഈ പാറയുടെ മുകളിലാണ് ചിലവഴിച്ചിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാൻ അഥവാ ദർഗ ദാ നോക്കൂ, ഈ കാണുന്നത്. തൊട്ടടുത്ത് ഗോളാകൃതിയിൽ കാണുന്ന വലിയ പാറക്കല്ല് അദ്ദേഹം ഇവിടെ താമസിക്കുന്ന കാലത്ത് ഈ പാൻ മസാല അഥവാ മുറുക്കാൻ ഇടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പാറക്കഷ്ണമായിരുന്നു. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ അനുദിനം വളർന്ന് ഇതുപോലെ ഗോളാകൃതിയിൽ എത്തിയത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ പള്ളിയും പ്രാർത്ഥനാ ഹാളുമുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ ഉറൂസ്. ചക്കരക്കഞ്ഞിയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. ആയിരക്കണക്കിന് ആളുകളാണ് ആ സമയത്ത് ഇവിടെ എത്തുന്നത്. എത്ര നേരം നോക്കി നിന്നാലും മതിയാവാതെ സുന്ദരമായ പ്രകൃതി നമുക്ക് മുന്നിൽ. പക്ഷേ തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ടും അപകട സാധ്യതയുള്ള പ്രദേശമായതുകൊണ്ടും വൈകുന്നേരം 5 മണിയോടെ എല്ലാവരും താഴേക്കിറങ്ങണം. അപ്പോൾ ഞങ്ങളും താഴേക്കിറങ്ങുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും